പ്രൊഫസർ റോണി കെ ബേബി, അല്പം മുമ്പ് അനിലക്കര ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. കോൺഗ്രസ് പ്രസിഡന്റ് ഖർഗെക്കൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തെ അതിൻ്റെ കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാമെന്ന് തുടങ്ങി. ഇന്ത്യ മുന്നണിയുടെ സർക്കാരുകൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെ നരേന്ദ്രമോദി ഏതവതാരം പൂണ്ടാലും അതിന് കഴിയില്ല. രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെ കേസിക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പോസ്റ്റ് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല. അതിനുശേഷം വളരെ താഴേക്ക് പോയി കോൺഗ്രസ്. ഇനിയും തിരിച്ചറിയുന്നില്ലെന്നോ കോൺഗ്രസ്? നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് ഇല്ലാത്തൊരു ഭാരതം. പക്ഷേ 10 വർഷത്തിന് ശേഷവും ഇന്നും ഈ ഹരിയാന ആണെങ്കിലും ജമ്മു കാശ്മീർ ആണെങ്കിലും BJP നേരിടുന്ന വെല്ലുവിളി കോൺഗ്രസിൽ നിന്നാണ് എന്ന് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ കാശ്മീരിലെ കാര്യം തന്നെ പറഞ്ഞു. അവിടെ BJPക്ക് എന്ത് നേട്ടമാണ് മുൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്? കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന 25 സീറ്റ്, ഇപ്പോൾ BJP 26 സീറ്റ് നിൽക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2014 2024 വന്നപ്പോൾ ജമ്മു മേഖലയിൽ ഏകദേശം 10ഓളം സീറ്റ് പുതുതായി കൂടി. കാരണം മണ്ഡല പുനർനിർണയം വന്നു, കാശ്മീരിലെ സീറ്റുകൾ കുറഞ്ഞു, ജമ്മുവിലെ സീറ്റ് കൂടി. പക്ഷെ അതിന് ആനുപാതികമായി ഒരു സീറ്റ് വർധനവ് BJPക്ക് ഉണ്ടായിട്ടില്ല. ജമ്മുവിൽ എവിടെയാണ് കൂടിയത്? 12 സീറ്റ് 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 7 മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. എവിടെ കൂടിയെന്നാണ്? ഏറ്റവും അവസാനം വരുമ്പോൾ കോൺഗ്രസ് 10 സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണുമ്പോൾ കോൺഗ്രസ് 10 സീറ്റില് ഇവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിന് കാരണം പറഞ്ഞല്ലോ, 2014 കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് അലയൻസ് ആയി വന്നപ്പോൾ അവിടുത്തെ പ്രബലമായ ഒരു കക്ഷിയുമായി ചേർന്ന് നിന്നിട്ട് പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഞാൻ ഇവിടെ ലഫ്റ്റനന്റ് ഗവർണറെ ഒക്കെ വെച്ച് BJPക്ക് ജയിക്കാൻ വേണ്ടിയാണല്ലോ കഴിഞ്ഞ ഈ എത്രയോ തവണയായി തെരഞ്ഞെടുപ്പ് നീട്ടി മുന്നോട്ട് പോയി. അവസാനം സുപ്രീം കോടതിയിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു താക്കീത് വന്നു, കൃത്യമായ സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ BJP ജയിക്കാനുള്ള എല്ലാ കളവും ഒരുക്കി വെച്ചിട്ട് പോലും കാരണം BJPക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അവിടെ അധികാരത്തിലേക്ക് ഒരു സംശയമില്ല, അവിടെ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനകത്ത് ഇനി നിങ്ങൾ 5 MLA പുതുതായി ലഫ്റ്റനന്റ് ഗവർണറെ നോമിനേറ്റ് ചെയ്താലും അവിടെ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവിടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിധി എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഇല്ലാതായെന്നും കോൺഗ്രസ് പരാജയപ്പെട്ടെന്നും അല്ലെ കോൺഗ്രസ് മുക്ത ഭാരതമാണെന്നും ഒക്കെ ഇനിയും നമുക്ക് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിന് അതിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിച്ചു വരുന്നു. ഇപ്പം ഹരിയാനയിൽ എടുക്കുക, ഹരിയാനയിൽ ഇപ്പോൾ അങ്ങ് തന്നെ പരിശോധിക്കുക, അവിടെ പല മണ്ഡലങ്ങളിലും 18-20 റൗണ്ടില് 3-4 മണ്ഡലങ്ങളിലായിരുന്നു. ബേബി, എന്റെ ഒരു സംശയം, പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നില്ലേ BJPക്ക്? നിങ്ങൾ പറഞ്ഞു പരത്തിയത് പ്രചരിപ്പിച്ചതടക്കം. എന്നിട്ട് ഈ ഗുസ്തി താരങ്ങളെ മുൻനിർത്തി ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ കണ്ടതല്ലേ ഈ ലോകം മുഴുവൻ? അതിനുശേഷം കർഷക സമരം കണ്ടതല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടും എക്സിറ്റ് പോളുകൾ അടക്കം നിങ്ങൾക്കൊപ്പം നിന്നിട്ടും എന്തുകൊണ്ട് പിന്നിലേക്ക് പോയി എന്ന ചോദ്യത്തിനല്ലേ ഉത്തരം വേണ്ടത്? അല്ല, നമുക്കത് പിന്നിലേക്ക് പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൗണ്ടില് കോൺഗ്രസ് 70 സീറ്റ് മണ്ടേ വന്നു. ഇപ്പോൾ ഒരു മധ്യഘട്ടം വന്നപ്പോഴത്തേക്കും BJP ലീഡ് ചെയ്യുന്നു. ലെറ്റസ് സീ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലർ വോട്ട് BJPക്ക് 39% വോട്ടുള്ളൂ, കോൺഗ്രസിന് 41% വോട്ട് ഇപ്പോൾ തന്നെ ഹരിയാനയിൽ അവിടെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ വന്നു കഴിഞ്ഞു. 41% കോൺഗ്രസിന്റെ വോട്ട് ശതമാനം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ലെറ്റസ് വെയിറ്റ് ഫോർ ദ ഫൈനൽ ടാലി. എന്നിട്ട് നമുക്ക് ആര് ജയിച്ചു, അല്ലെങ്കിൽ BJPക്ക് വ്യക്തമായി ഭൂരിപക്ഷത്തിലേക്ക് വന്നോ, അല്ലെങ്കിൽ ഹരിയാനയിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ച വിഷയങ്ങൾ. കാരണം കോൺഗ്രസിന് കഴിഞ്ഞ തവണ 31 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 സീറ്റ് കൂടി 37 സീറ്റിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് ഉന്നയിച്ച വിഷയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസിന് മുൻ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അങ്ങനെ വിധിക്കട്ടെ. ഭൂരിപക്ഷം വിധിച്ചാലല്ലേ കാര്യമുള്ളൂ. ഏതെങ്കിലും 1-2 മണ്ഡലം നിങ്ങൾ പിടിച്ചത് കൊണ്ട് എന്താണ്? 40 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 50 ആയില്ലേ? ഇതോടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഏതൊക്കെ ഒരു അന്തിമമായ ഫലത്തിലേക്ക് വരട്ടെ. നമുക്കിപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാനിവിടെ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയാ. ഇപ്പൊ സാവിത്രി ജിൻഡാലി ലീഡ് ചെയ്യുന്ന മണ്ഡലം ഞാൻ ജസ്റ്റ് നോക്കി, അവിടെ 18 റൗണ്ടിൽ ഓരോ റൗണ്ട് മാത്രമേ എണ്ണി തീർന്നിട്ടുള്ളൂ. വെറും ഒരു നമ്മൾ ഈ നിലവിലത്തെ അവസ്ഥ വെച്ചാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ 70-60 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ നമ്മൾ അതായിരുന്നു ചർച്ച ചെയ്തത്. അവസാന ഘട്ടം വരട്ടെ. പ്രതീക്ഷ നല്ലതല്ല, അത് 2 പാർട്ടികളും ജയിച്ചു എന്നല്ല പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് പിഴച്ചത് എവിടെയെന്നാണല്ലോ ചോദ്യം. ഇത്രയേറെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ജാട്ട് ഫോർമുല അവതരിപ്പിച്ചിട്ടും ഹൂഡ ജനകീയനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട്
കോൺഗ്രസിന് അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. എവിടെയാണ് പിഴച്ചതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? അത് ഈ ഘട്ടത്തിൽ തിരിച്ചറിയണം. ഇനി അങ്ങോട്ട് നിങ്ങൾ ജയിച്ചാൽ ആയിക്കോളൂ, അതിനെന്താ? ഞങ്ങൾ BJP ഒരിക്കലും ഒരു നിസ്സാര പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. കാരണം 10 വർഷമായി ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയ മുഖ്യമന്ത്രി സൈനിയെ അവിടെ കൊണ്ടുവന്നു, മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി. BJP അവരുടെ ഒരു ഇലക്ഷൻ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുഴുവൻ സംവിധാനങ്ങളോടും പിന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ വളരെ മുൻകൂട്ടി തന്നെ കണ്ടതാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാധനങ്ങൾ. അല്ലാതെ ഞങ്ങൾ തൂത്തുവാരുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു ക്ലീൻ സ്വീപ്പിലേക്കൊന്നും പോകുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കൃത്യമായ നമ്പർ അല്ലെ ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞു ഒരു നമ്പർ. ഇപ്പോഴും ഞങ്ങൾ കൃത്യമായി തന്നെ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ഹരിയാനയിൽ അധികാരത്തിൽ വരും. ഒരു സീറ്റിന് ഭൂരിപക്ഷത്താണെങ്കിൽ തന്നെയും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. അതിന് കാരണമായി തന്നെ ഞങ്ങൾ പറയുന്നത്, കാരണം ഒരു 4-1 വോട്ടുകൾ പോലും എണ്ണിയിട്ടില്ല. ഇപ്പോൾ എണ്ണിത്തീർന്ന പോപ്പുലർ വോട്ടുകളിൽ ഞങ്ങൾ കൃത്യമായി തന്നെ അങ്ങ് പരിശോധിക്കുക. പോപ്പുലർ വോട്ടുകളിൽ ഇപ്പോഴും 2% പോപ്പുലർ വോട്ടിന് കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊരു ഫൈനൽ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അല്ലാതെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ല റോണി കെ ബേബി. ജയിക്കുന്നത് ആര് എന്നുള്ള ചർച്ചയാണ്, ജയിച്ചതാരെന്നല്ലല്ലോ. ഇവിടെ ഇപ്പോൾ BJP മുന്നിലാണ്. അമ്പേ പരാജയപ്പെട്ടു പോകുമെന്ന് വിലയിരുത്തപ്പെട്ടവർ ശക്തമായി തിരിച്ചു വരുമ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞവർ ഇങ്ങനെ പിന്നിലേക്ക് പോയതിൻ്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു ഞാൻ.